നിങ്ങൾ ഈ കാണുന്നത് ലക്ഷറി യാൻറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് വിദേശികളൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇതിൽ കയറി സവാരിയൊക്കെ ചെയ്യാറുണ്ട്, ടൂർക്ക് പോകാറുണ്ട്. ഇതിൽ കയറുന്നതിന് നല്ല റേറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലക്ഷറി ബോട്ടെന്ന് പറയും. ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര അട്രാക്ഷനുള്ളൊരു സംഭവമാണ്. ഇത് ഈ ബോട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം, എന്നാൽ കാണാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഞാൻ അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പം ഈ ലക്ഷറി യാൻറ്റ് എന്ന് പറയുന്നൊരു ബോട്ടാണിത്. ഇതിൽ വരുന്ന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് തുടങ്ങാം. ബാക്കിൽ വന്നിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ജലത്തോട് ചേർന്ന ഒരു ബോഡി ഉണ്ടാകും. പിന്നെ ഈ ബ്ലൂ നിറത്തിൽ കാണുന്നത് അതിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയും. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി ഇത് നടക്കുന്നേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂളിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും അത് സ്റ്റെയർ കേസ് പോലെ വരുന്നുണ്ട്. താഴോട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസ് വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ ചായയൊക്കെ കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ മുകളിലേക്ക് വരും. അതിൻ്റെ മുകളിൽ ഇത് വന്നിട്ട് ഇത് ആൾക്കാർക്കൊക്കെ നിന്ന് വെളിയിലെ കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ കൂടെ പടിയുണ്ട്. പടിയോട് ചേർന്ന് മുകളിൽ വന്നിട്ട് ഹെലിപ്പാഡ് ആണ് ഈ കാണുന്നത്. ഈ ബോട്ടിൽ കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ ആളുകൾ വന്നിട്ട് ഇറങ്ങുകയും ഈ ബോട്ടിൽ നിന്ന് ആൾക്കാർ ഹെലികോപ്റ്ററിൽ കയറി കരയിലേക്ക് എത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഹെലിപ്പാഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ഈ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എല്ലാം വെച്ച് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഏതോ ഒരു സമയത്ത് ഞാൻ പണിഞ്ഞിട്ടിരുന്ന ഒരു ബോട്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇത് കിട്ടിയത്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് റഡാറും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന് പണി കുറേ ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫുൾ പണി കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും വെള്ളത്തിൽ ഇറക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വെള്ളത്തിലിറക്കി കഴിഞ്ഞാൽ വെള്ളത്തിലിത് പൊങ്ങി തന്നെ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്ക് ഉണ്ടാകുന്നതായിരിക്കും ബോട്ടിന്.